ഇനി വളരെ മോശമായിട്ട് അൻസിബയെ ആക്ഷേപിച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. അത് കേട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. AMMA അമ്മ എന്ന താരസംഘടനയിൽ നടക്കുന്ന ചെറ്റത്തരങ്ങൾ ഓരോ ദിവസവും കഴിയും തോറും സോഷ്യൽ മീഡിയ വഴിയും മെയിൻ സ്ട്രീം ചാനലുകൾ വഴിയും നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ടിനി ടോം എത്ര വലിയ ഒരു ചെറ്റയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ടിനി ടോമിനെ സഹായിക്കാനായിട്ട് താരസംഘടനയുടെ പ്രസിഡന്റ് ശ്വേതാ മോഹൻ എങ്ങനെ പറ്റുന്നു? നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു? ആ സംഘടനയിലെ അംഗങ്ങൾ പുറത്ത് ജനങ്ങളോട് ഒന്നും സംസാരിക്കരുത്, അല്ലെങ്കിൽ ജനങ്ങളെ ഒന്നും അറിയിക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ശ്വേതാ മോഹൻ? ഒരു പോസ്റ്റർ കുറച്ചു മുമ്പ് കണ്ടതാണ്. താരസംഘടനയിൽ പരസ്യ പ്രതികരണത്തിന് വിലക്ക്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കരുത് നിർദ്ദേശം നൽകി അമ്മ പ്രസിഡന്റ്. എന്താണ് മാധ്യമങ്ങളോട് സംസാരിച്ചാലുള്ള കുഴപ്പം? അതാണ് ശ്വേതാ മോഹനോട് ആദ്യമേ ചോദിക്കാനുള്ളത്. എന്താണ് കുഴപ്പം? നാട്ടുകാർ സത്യങ്ങളെല്ലാം അറിയും എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണോ? അല്ല, അതല്ലാതെ വേറെ അതിനകത്തൊരു ഉദ്ദേശമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആരും അറിയരുത്, എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം, ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു വിലക്ക് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കോ? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങനെ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ കമന്റ് ബോക്സ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലും ദയവ് ചെയ്ത് എല്ലാവരും ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ മിസ്ലീഡിംഗ് തംബ്നെയിൽസ് ഒന്ന് നിർത്തണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോകൾ സ്ഥിരമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ മിസ്ലീഡിംഗ് ഒന്നും എഴുതേണ്ട കാര്യമില്ലടേ. പിടി കിട്ടിയോ? ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ എഴുതി അങ്ങോട്ടിട്ട് അല്ലെങ്കിൽ മറ്റേ കൊടുത്ത് എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ട് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വാ. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ കുറച്ച് ആൾക്കാരുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം, അതുകൊണ്ട് തന്നെ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു. കൂടുതലൊന്നും നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ ലക്ഷ്മിപ്രിയ അത്ര നല്ല ചേച്ചിയൊന്നും അല്ലെന്നാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും അവരെ പറ്റി ഒരുപാടൊക്കെ കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ കഥകൾ നിങ്ങളോട് അങ്ങോട്ട് തട്ടിവിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ, തെളിവ് സഹിതം പറയണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജഗദീഷ് ഏട്ടൻ, അതുപോലെ തന്നെ നീനാക്കുറുപ്പ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ആദ്യമേ നീനാക്കുറുപ്പിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? അവരിൽ നിന്ന് തുടങ്ങാം. നീനാക്കുറുപ്പ് അവർ കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്കൊരു പരാതി, നമ്മുടെ പ്രസിഡന്റിന്. ആ ഒരു പരാതി എന്താണ്, അതിനകത്ത് ഉള്ളടക്കം എന്നൊക്കെ ഇന്നലെ ഓൾറെഡി ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? അത് കാണാത്തവരൊന്ന് പോയി കാണുക. ഇതിന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ്. അതിൽ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നീനാക്കുറുപ്പ് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പരാതി കൊടുത്തതാണ്. ആ പരാതിയൊക്കെ വെറുതെ, കാരണം ടിനി ടോമേട്ടൻ ഭയങ്കര ഹോൾഡുള്ള, ഭയങ്കര പിടിപാടുള്ള മറ്റേ ഡാവാണല്ലോ. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ അഞ്ജലി മേനോൻ എന്ന് പറയുന്ന വ്യക്തിയെ കളിയാക്കുന്ന, ഈ ടിനി ടോം കളിയാക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഒരുപാട് പ്രചരിച്ചു. മനസ്സിലായോ? അതിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ മറ്റേ കോമഡി കാണിക്കുന്നതാണ് എന്നാണ് പുള്ളി പറയുന്നത്. കോമഡി. പക്ഷേ അത് തിരിച്ച് പുള്ളിക്ക് കിട്ടുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവും. അതായത് ഓൺലൈൻ മീഡിയകൾ നിൽക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ വെച്ച് വല്ല ലാലേട്ടനോ മമ്മൂക്കയൊക്കെ വന്നിട്ട് എടാ പോടാ, എന്താടാ നീ തോറ്റുപോയില്ലടാ, നാണക്കെട്ട MLA, ഈ ഒരു സ്ലാങ്ങിൽ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു സ്റ്റൈലിൽ തന്നെ പുള്ളിയോട് വേറൊരാൾ വന്ന് റിയാക്ട് ചെയ്താൽ അപ്പം പുള്ളിക്ക് മനസ്സിലാവും. പുള്ളി കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലേക്കുന്ന മുറിവ് പിടികിട്ടിയോ? പുള്ളി തമാശയാണെന്നാണ് പറയുന്നത്. പക്ഷെ പുള്ളിയുടെ തമാശ പുള്ളിയുടെ കൈ വെക്കുന്നതാണ് നല്ലത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അയാളെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ അയാളോട് കാണിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് തന്നെയാണ്. അതിന് പിന്നെ അവസാനം വന്നിട്ട് ഞാൻ കോമഡി കാണിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണെങ്കിലും നീനാക്കുറുപ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. നമ്മുടെ ഒരു EC മീറ്റിംഗിന് ശേഷം അൻസിബ പെട്ടെന്ന് പോകേണ്ടി വന്നു. ബിക്കോസ് നോമ്പിന്റെ സമയമായിരുന്നു. ഇനി വളരെ മോശമായിട്ട് അൻസിബയെ ആക്ഷേപിച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. അത് കേട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ടിനി ടോമിനോട് പറഞ്ഞു, ടിനി, ഞാൻ ഇത് അൻസിബയെ വിളിച്ച് പറയാൻ പോവാ. ടിനിയുടെ മുന്നിൽ നിന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ടിനി കാണുന്നുണ്ട് എന്നെ, ഞാൻ നിൽക്കുന്ന സ്ഥലം, അവിടെ നിന്നിട്ടാണ് ഞാൻ അൻസിബയെ ഫോൺ ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, അവളെ DNA ശരിയല്ല എന്ന് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോള് ചെയ്യുന്നത്. അൻസിബ ഇത് എവിടെ വെച്ച് അൻസിബ ഇത് പറഞ്ഞാലും ആര് കേട്ടു എന്ന് ചോദിച്ചാല് ഞാൻ പറയും,
ഞാൻ കേട്ടു എന്ന്. പിന്നീട് ഈ വകയുള്ള അറ്റാക്കും അഗ്രസീവ് ബാക്കി കേൾപ്പിക്കാമേ. സി ഈ ഈ ഒരു താര സംഘടനയിലുള്ള ബാക്കിയുള്ള ആളുകളോടാണ്, പ്രത്യേകിച്ച് ആണുങ്ങളോട്, ഈ സ്ത്രീക്കുള്ള നട്ടലിനുള്ള ഉറപ്പ് അവിടെയുള്ള ബാക്കിയുള്ളവന്മാർക്ക് ഇല്ലാതായി പോയല്ലോടെ. ടിനി ടോമിനെതിരെ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അത് എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. DNA പൊന്നെ ടിനി ടോമേട്ട കോമഡി ആയിരിക്കും അല്ലയോ, ഭയങ്കര കോമഡിക്കാരനാണ് ടിനി ടോമേട്ടൻ. എനിക്ക് പക്ഷേ ഇയാളുടെ അഭിനയത്തിലൊന്നും അത്ര വലിയ കോമഡിയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. സിനിമയിലാണെങ്കിലും ശരി, ജീവിതത്തിലാണെങ്കിലും ഇയാൾ കാണിക്കുന്ന കോക്കാമ്പീച്ചി ആയിട്ടേ തോന്നാറുള്ളൂ. അതിന് അത്ര വലിയ മറ്റേ ഗംഭീര മുട്ടിയ ആക്ടറായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആകെ എന്തോ ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രാഞ്ചിയേട്ടനകത്ത് കണ്ടുള്ള, അതല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എവിടുന്നാണ് ഇത്രയും ഇങ്ങനെ അങ്ങ് മൂക്കണ്ട ഒരു തരത്തിലുള്ള അഹങ്കാരമൊക്കെ പറയേണ്ട അതിൻ്റെ ആവശ്യം എന്താണ് ടിനി ടോമിന്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ പറഞ്ഞതെന്ന് കേട്ടല്ലോ, വിശദീകരിക്കണ്ടല്ലോ. ബാക്കി അതിനകത്തുള്ള ബാക്കി അംഗങ്ങളോടാണ് ഇതൊന്നും വന്ന് പറയാൻ നിങ്ങൾക്കാർക്കും കഴിയലായിരിക്കും അല്ലേ? കൂടെ നിൽക്കുന്നവരാണല്ലോ, അവനെ സപ്പോർട്ട് ചെയ്യണമല്ലോ, അവൻ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും. ടിനി ടോമിനെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല ടിനി ടോമിൻ്റെ എന്ന്. മനസ്സിലായോ? അവൻ്റെ നാക്ക് പലരുടെയും പ്രശ്നമാണ്. എൻ്റെ നാക്ക് പ്രശ്നമാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതൊന്ന് അടക്കി വെക്കാൻ മാക്സിമം ശ്രമിക്കുക മുന്നോട്ടുള്ള കാലങ്ങളിലെങ്കിലും. ടിനി ടോം അത്യാവശ്യം ഒരു ആക്ടറൊക്കെ അല്ലേ. ബാക്കിയുള്ള ആളുകൾ ഉള്ളപ്പോൾ അവരുടെ ഫ്രണ്ടിൽ വെച്ചെങ്കിലും പേഴ്സണലായിട്ട് വല്ലവരെയൊക്കെ പറയുന്നെങ്കിൽ ഓക്കെ വിട് എന്ന് പറയാം. ഒരുപാട് ആളുകൾ ഇരിക്കുമ്പോൾ ഈ തോന്നിവാസം കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അഹങ്കാരം അത് ചെറുതായിരിക്കുമോ? ബാക്കി കാണാം. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേഡീസ്, പ്രത്യേകിച്ച് എന്നോട്, അൻസിബയോട്, ടുവേർഡ്സ് നമ്മുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോടും അതേ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ടോ? അത് അന്നത്തെ ദിവസം അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു ദിവസം ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു 3-4 പേരായിട്ട്. ആ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുന്നു. അപ്പോൾ ഇവരുടെ സംസാരമാണ് ഈ വർത്തമാനം. ടിനിയും ലക്ഷ്മിപ്രിയും ഒരേ നേച്ചറിൽ ഇതുപോലെ പലരോടും സംസാരിക്കാറുണ്ട്. ആരും അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തണം. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. കുറച്ചൊരു ബഹുമാനമുള്ളത് പ്രസിഡന്റിന്റെ അടുത്താണ്. ഈ ഒരു ടീമിനെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. അൻസിബ രാജിവെച്ചപ്പോൾ അവിടെ സന്തോഷം പ്രകടിപ്പിച്ചു 2-3 പേരെന്ന് ഞാൻ അറിഞ്ഞു. അടുത്ത സന്തോഷം ഞാൻ രാജിവെക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അതാണ് നീന ചേച്ചി. അൻസിബ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പുറത്തൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ടിനി ടോം മാത്രമൊന്നും അല്ല, വേറൊരാളുടെ പേര് പറഞ്ഞില്ലേ, സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ അങ്ങോട്ട് എടുത്ത് കൊല്ലും. ചേച്ചിയും സൂപ്പറാ. ചേച്ചിയുടെ വായിന്ന് വീഴുന്നതൊക്കെ ഗംഭീരമാണെന്നാണ് പറയുന്നത്. അല്ല, അത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും അവരുടെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പറ്റിയതാ, മനസ്സിലായോ? പിന്നെ പല കഥകൾ കേൾക്കാൻ സാധിച്ചു. എല്ലാം ഒന്നും നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല നിങ്ങളോട്, അതുകൊണ്ട് പറയുന്നില്ല. തെളിവുകളില്ല നമ്മുടെ കയ്യിൽ. നാളെ നമ്മളൊക്കെ ഒന്ന് ചോദിക്കും എവിടെയാണ് ആ തെളിവ്? ഈ പറയുന്നവരുടെ ഒന്നും വോയിസ് ഒന്നും എടുത്തു വെച്ച് ആ പരിപാടി എനിക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാനത് ചെയ്യുന്നില്ല. എന്നിരുന്നാലും ടിനി ടോമിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ കളിയാക്കലും ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ആ താരസംഘടനയിലകത്തുള്ള പലർക്കും ഇഷ്ടമല്ല. ആരും മിണ്ടാത്തതുകൊണ്ടാണ്. നമ്മുടെ ജഗദീഷ് ഏട്ടൻ്റെ ഒരു ചെറിയ ഡയലോഗ് എന്നല്ല പറയണ്ടേ, പുള്ളി ഒരു സ്ഥലത്തിരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടിനി ടോമുമായിട്ട് കണക്റ്റഡ് ആണത്. നിങ്ങൾ അതൊന്ന് കേൾക്കിനി, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. മറ്റുള്ള ഒരാളെ കുറിച്ച് നമ്മൾ ഹ്യൂമറസ് ആയിട്ട് പറയുമ്പോൾ അയാളുടെ മനസ്സിന് വേദന ഉണ്ടാകരുത്, എങ്കിൽ അത് നല്ല ഹ്യൂമറല്ല. എന്തെങ്കിലും ബോഡി ഷേമിങ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ക്രൂരതയാണ്, അതൊരിക്കലും സാഡിസമാണ്. നേരെ മറിച്ച് അയാൾക്ക് കൂടെ ആസ്വദിക്കാൻ പറ്റണം. നമ്മൾ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ അയാളും കൂടെ ആസ്വദിക്കണം. ഇപ്പോൾ എന്നെ കളിയാക്കുകയാണെങ്കിൽ ഞാനും കൂടെ ആസ്വദിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ ആയിരിക്കണം. വ്യക്തിപരമായി ഒരാളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, അയാളെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ അത് നമ്മൾ നല്ല ഹ്യൂമറിൻ്റെ ഭാഗമല്ല എന്നുള്ള പക്ഷമാണ് എനിക്ക്. അപ്പോൾ അതിനകത്ത് ഒന്ന് അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങൾ, അതൊക്കെ നല്ല ഹ്യൂമറല്ല. മറ്റേയാളെ തരം താഴ്ത്തിക്കൊണ്ടുള്ള ഹ്യൂമർ നല്ല ഹ്യൂമറല്ല. അയാളുടെ രൂപത്തെ കളിയാക്കിക്കൊണ്ടുള്ള, അയാളുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ടിനെ കളിയാക്കേണ്ട, വീട്ടുകാരെ കളിയാക്കിക്കൊണ്ടുള്ള ഹ്യൂമർ, അതൊന്നും നല്ല ഹ്യൂമറിൻ്റെ പട്ടികയിൽപ്പെടുത്താൻ പറ്റില്ല. ഇതൊന്നും നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇതെല്ലാം ടിനി ടോമിനുള്ള കൊട്ടാണ്, മനസ്സിലായോ? കാരണം ആ ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് കിടന്ന് അവനങ്ങോട്ട് കുന്തളിച്ച് കാണിക്കുന്ന പരിപാടികളാണിത്. നമ്മളും കണ്ടു ഓൺലൈൻ മീഡിയ വഴി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അഞ്ജലി ആ ഒരു NDA സ്ഥാനാർത്ഥിയായിരുന്ന അവരോട് കാണിക്കുന്ന പരിപാടി,
ഓക്കെ, സോഷ്യൽ മീഡിയയിൽ അവരെ വാരി കീറുന്നുണ്ട് അവരുടെ പല ഡയലോഗുകൾക്കും. പക്ഷെ കൂടെ ഒരു സംഘടനയിലുള്ളൊരു വ്യക്തി, അതും ഓൺലൈൻ മീഡിയക്കാർ നിൽക്കുമ്പോൾ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊരിക്കലും തമാശയാണെന്ന് ഇവിടെ ആരോടും പറഞ്ഞുകൊണ്ട് വരരുത്. ടിനി ടോമേ, മനസ്സിലായില്ലേ? പറഞ്ഞുകൊണ്ട് വരരുത്. അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ നാട്ടുകാർക്ക് പറ്റത്തില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന 1-2 പേർക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, ലക്ഷ്മി പ്രിയയ്ക്കും ഒക്കെ പറ്റുമായിരിക്കും. സാധാരണക്കാർക്ക് പറ്റത്തില്ല. നിങ്ങളെ എടുത്ത് തല വെച്ചുകൊണ്ട് നടക്കാനും പറ്റത്തില്ല. പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കും ആളുകൾ തൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക്, മനസ്സിലായോ? നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങളും നിങ്ങളുടെ മകനും ഒക്കെ എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഒരു കേസും ഇല്ല, നല്ല സ്മൂത്തായിട്ട് ഊരിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അൻസിബയൊക്കെ നിങ്ങൾക്കെതിരെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് അധിക ദിവസമൊന്നും പോകത്തില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഓർത്തു വെച്ചോ, അധിക ദിവസം ഇത് പോകത്തില്ല, മുക്കിക്കളയും. ഇതും മുക്കിക്കളയും. ടിനി ടോം എന്ന കൊടീശ്വരൻ. നമുക്കിനി വേറൊരു വാർത്ത കേൾക്കാം. അതായത് നമ്മുടെ പൃഥ്വിരാജിൻ്റെയൊക്കെ മല്ലിക സുകുമാരൻ ചേച്ചി, മല്ലിക ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണം. അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അവർക്കും ഉണ്ട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ. കേൾക്കുക. അതിനോട് നിങ്ങളറിയുന്ന എത്രയും പോലും ഞങ്ങളാരും അംഗങ്ങൾ അറിയുന്നില്ല. എല്ലാം ഒളിച്ചും പതുങ്ങി ഒരു രീതിയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഈ മുതിർന്ന വലിയ മെഗാ സ്റ്റാർസൊക്കെ അത് ചോദിക്കാത്തത്? അവരെ ഇടപെടണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ആയിക്കൊണ്ട് പൊട്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് പോയി. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. തുടക്കത്തിൽ എന്നോട് പണ്ട് ഇലക്ഷൻ സമയത്ത് സരയുവിനെയും അൻസിബയും ഡെഫിനറ്റ്ലി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കൊണ്ടുവരണം എന്ന് വാദിച്ച ഒരാളായിരുന്നു ടിനി. പിന്നെ അവിടുന്ന് ടിനി ടോം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് അത്ര ഒരു മാറ്റം ഉണ്ടായതിനെ പറ്റി എനിക്കറിയില്ല. എൻ്റെ പൊന്നെ, ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ബാക്കി പറയാമേ, ബാക്കി കേൾപ്പിക്കാമേ നിങ്ങളെ. ടിനി ടോം ആയിരിക്കാം മുൻകൈ എടുത്തത് ഇവരെയൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇവൻ്റെ ഊടായ്പകൾ അത് എതിർത്തു. അതായിരിക്കാം ഇപ്പം മല്ലിക ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്തായിരിക്കും ഇങ്ങനെ ഇവൻ തന്നെ ഇതിനെ കൊണ്ടുവന്നിട്ട് പിന്നെ അവനെതിരെ ഇത്രയും പരാമർശങ്ങൾ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത്രേ ഉള്ളൂ. അവൻ്റെ പല തെമ്മാടിത്തരത്തിനും കൂട്ടുനിന്നില്ല. അപ്പോൾ പിന്നെ അവന് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ ലാലേട്ടൻ, മമ്മൂക്ക, എനിക്ക് തോന്നുന്നില്ല അവർ ഇടപെടുന്നതിനകത്ത് ഈ ഒരു വിഷയത്തിൽ. കാരണം ലാലേട്ടൻ നേരത്തെ കൈകൂപ്പിനകത്തൊന്ന് മാറിക്കഴിഞ്ഞു. ലാലേട്ടൻ അറിയാം ഇത്രയും എന്തിനാണ് ഇതിനകത്ത് പോയി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി, എന്തിന് എന്ന് പുള്ളി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പുള്ളി ഒന്നും എനിക്ക് തോന്നുന്നില്ല ലാലേട്ടനൊക്കെ ഇനി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടും എന്ന്. ഞാൻ അറിഞ്ഞത് ലാലേട്ടനോടും മമ്മൂക്കയോടും ഒക്കെ അൻസിബ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയം എന്നാണ്. എന്നിട്ട് ഇത്രയായിട്ട് അവരാരും ഇടപെട്ടിട്ടില്ലെങ്കിൽ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ടിനി ടോമിനെയൊക്കെ നല്ല വൃത്തിക്ക് അറിയാമായിരിക്കാം ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഒക്കെ. അതുകൊണ്ട് തന്നെ ആയിരിക്കും. ഇപ്പോൾ മമ്മൂക്ക എന്തുകൊണ്ട് പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ എപ്പോഴും കൂടെ പിടിച്ച് നിർത്തി? പിഷാരടിയെക്കാട്ടിലും മുമ്പ് എനിക്ക് തോന്നുന്നു ടിനി ടോമിനെ അറിയാവുന്നതാണ് ലാലേട്ടൻ മമ്മൂക്കയ്ക്കൊക്കെ നന്നായിട്ട്. എന്തുകൊണ്ട് അവനെ കൂടെ പിടിച്ച് നിർത്തുന്നില്ല? ചെറ്റയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് എല്ലാവർക്കും കിട്ടും കാര്യം, കണക്ട് ചെയ്യാൻ പറ്റും. ബാക്കി കേൾക്കാം. 5-6 ക്യാമറ വേണ്ട ഒരു സ്ഥലത്ത് ഒരു 10-30 ക്യാമറയുണ്ട്. ഇതാരോ പറഞ്ഞതിലോട്ട് പണ്ടുള്ളവർ പറയുന്നത് CBI CID ED എന്നൊക്കെ പറഞ്ഞ് പല രഹസ്യ സംഭവങ്ങൾ നടക്കുന്നത് വയ്ക്കുന്നത് പോലെ ഒരുപാട് ക്യാമറകൾ. ബാത്റൂമിലോട്ട് പോകുന്ന ഇടനാഴിയിൽ വരെ ക്യാമറയാണ്. ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 17 പേരെ ഇറക്കി തൂത്തുപേരിലേക്ക് കളയുക. രണ്ടാമത് ഇലക്ഷൻ വെക്കട്ടെ, അല്ലേ? മൊത്തം സംഘടന പിരിച്ചു വിട്ടിട്ട് വേറെ ഇലക്ഷൻ വെക്കണം. ഇതും വെച്ചുകൊണ്ട് തുടരാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. എന്നെ വിട്ടേരെ, ഞാനിനിയിപ്പോൾ ഒന്നേന്ന് സിനിമാഭിനയം തുടങ്ങാനിരിക്കുന്ന ആളല്ല. പക്ഷേ ഒരുപാട് പേർക്ക് ദുഷ്പേരുണ്ട്. ഇതുകൊണ്ടാണ് മിണ്ടാത്തത്, അതുകൊണ്ടാണ് മിണ്ടാത്തതെന്ന് പറഞ്ഞ കഥകൾ അളവിൽ കൂടുതൽ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബോൾഡായിട്ട് വന്നൊരു ക്യാമറയുടെ മുമ്പിൽ ആ കുട്ടി പറയണമെങ്കിൽ കാര്യമായിട്ട് ആ കൊച്ചിൻ്റെ മനസ്സിൽ ഏതാണ്ടൊക്കെ വിഷം കുത്തി വെച്ചിട്ടുണ്ട്. സത്യം ഞാൻ തുറന്ന് പറയണം, പുറത്തോട്ടിറങ്ങാൻ വയ്യ. അത്ര മോശം കമൻറ്റുകളാണ് വരുന്നത്. അവിടെ മറ്റു പലതും നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, അങ്ങനെ നടക്കുന്നു. അതൊന്നും ശരിയല്ല. അതുകൊണ്ട് അതിന് എത്രയും വേഗം മമ്മൂട്ടി സാറും മോഹൻലാൽ സാറും ഒരു പരിഹാരം ഉണ്ടാക്കണം. മമ്മൂട്ടി സാറും മോഹൻലാൽ സാറും വിചാരിച്ചാൽ എന്ത് പരിഹാരം ഉണ്ടാവാനാ? ടിനി ടോമിന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റുമോ? മമ്മൂട്ടി സാറും മോഹൻലാൽ സാറും വിചാരിച്ചാ ഇല്ല. അടിച്ച് പുറത്തിറക്കുക ഇങ്ങനെയുള്ളവനെയൊക്കെ, അതാണ് ചെയ്യേണ്ടത്. പിന്നെ അതിനകത്തോണ്ടിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. പക്ഷെ അത് പറ്റില്ല. നമ്മുടെ പ്രസിഡന്റിനൊക്കെ വേണം, ടിനി ടോം വേണം. ടിനി ടോം ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ലെന്നാണ് പറയുന്നത്. എന്തിന്? ആരാണ് ഈ ടിനി ടോം? ആരാണ് ടിനി ടോം?
എത്ര പേര് വരുന്നു അയാൾക്കെതിരെ പരാതിയായിട്ട്, എന്നിട്ടും പിടിച്ചു നിർത്തിയിരിക്കുക. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന്. ഇതിനൊക്കെ തന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായോ? ഇനിയിപ്പോൾ അൻസിബ കേസ് കൊടുത്ത് അത് മുക്കിക്കളഞ്ഞാലും ഇപ്പം ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനകത്ത് ആരൊക്കെയാണ് വില്ലന്മാരും വില്ലത്തികൾ എന്നും ഒക്കെ. നമ്മുടെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞതുപോലെ അഹങ്കാരി ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് കളയുക ടിനി ടോമെ. എല്ലാവരെയും അങ്ങോട്ട് നീ മറ്റേ വലിയ കോമഡിക്കാരനാണ് എന്നും പറഞ്ഞിട്ട് ഇരിക്കുന്നവരെയൊക്കെ ഈ വൃത്തികെട്ട നിന്റെ ആ ഒരു സ്റ്റൈൽ അതൊന്ന് മാറ്റിയാൽ നന്നാതായിടിക്കും. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നിന്നെ ഒരു കാലത്തും ആരും വിശ്വസിക്കത്തില്ല. ഇപ്പം തന്നെ ചില ഓൺലൈൻ മീഡിയകളോടൊക്കെ ഇവൻ സംസാരിക്കുന്ന കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആരാണ് ടിനി ടോം എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇവൻ്റെ സ്വഭാവം എന്നുള്ളത്. ഇല്ലേ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറ, താഴെ കമൻറ്റ് ബോക്സിൽ പറ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ബിയോണ്ട്.